എൻ്റെ അമ്മേ, ഓ മൈ ഗോഡ്, കുതിരയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കുതിരയൊന്നും അല്ല. 3.5 അടിയുണ്ട് കേട്ടോ. നമ്മുടെ കിടക്കുന്നതിനേക്കാളും വലുതാണ്. ഭയങ്കര റെഡിഷ് ആണ് കേട്ടോ. ഇത് ഫുൾ എടുത്തോ. അപ്പം നമ്മളുണ്ടല്ലോ ഈ അക്കരത്തിൽ കിടക്കുന്ന ബ്ലൂ ഏഞ്ചലിനെ ഫുള്ള് മേടിക്കുവാണ്. ഇനിയുണ്ടല്ലോ മുള്ളംകുറിച്ചി ഉണ്ട്. അതുകൊണ്ടോ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ, നല്ല ബ്ലാക്ക് ആണ്. ഞാൻ തിരിച്ചു കയറുമ്പോഴേക്കും മിക്കവാറും എൻ്റെ വിരലൊക്കെ അരാപ്പായ്മ തിന്നിട്ടുണ്ടാവും. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീസ്. നമ്മൾ വലിയൊരു പർച്ചേസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മൾ പർച്ചേസിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മേടിച്ചതെന്ന് വീട്ടിലോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളിത് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വണ്ടി നേരെ വീട്ടിലോട്ട് കയറ്റുവാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വന്നതാണ്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് സാനിറ്റൈസർ മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷമാണ് നമ്മൾ കുറേ സാധനം മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. എന്നെ ആയിരിക്കും എന്തെങ്കിലും ഗസ് ഉണ്ടോ? ബാ എല്ലാവരും പുറകിലോട്ടോ, വണ്ടിയുടെ പുറകിലോട്ടോ. കിളിയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും വരട്ടെ, എല്ലാവരും കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കാം. ബാ നോക്കല് കുതിരയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കുതിരയൊന്നും അല്ല, കുഞ്ഞു കുതിര, പോണിയാന്നൊക്കെ പറയുന്നുണ്ട്. കുതിരയല്ല, വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടോ? പ്രത്യേകിച്ച് ഗസ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇപ്പൊ വണ്ടിക്കകത്താ എന്തെങ്കിലും ഗസ് ഉണ്ടോ? എന്നാ പറ. ആടായിരിക്കും. ആടിന് നമ്മൾ ഓൾറെഡി മേടിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തുറന്ന് കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പുണ്ടല്ലോ നമ്മൾ ഇതിന് എവിടെ നിന്നാണ് മേടിച്ചത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ കേട്ടോ. അപ്പം നമ്മൾ മീനെ മേടിക്കാനായിട്ട് കടയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ ഒരു മാസ്ക് എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. ഇത് BBLന്റെ മാസ്ക് ആണ് കേട്ടോ. നിങ്ങൾ അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഒത്തിരി സെലിബ്രിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ യൂസ് ചെയ്യുന്ന മാസ്ക് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മാസ്ക് ആണ്. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണാടിയിൽ മിസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല. അതൊക്കെയാണ് ഈ മാസ്കിന്റെ അഡ്വാൻറ്റേജസ്. ഇതിന്റെ കൂടുതൽ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ്കിന്റെ എല്ലാ കളറും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതായത് ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, ബ്ലൂ, ഈ കളറെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുണ്ടല്ലോ 5% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ നേരെ കടയിലേക്ക് പോകാം. അങ്ങനെ ഫൈനലി നമ്മളിതേ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു വിട്ട മീനുകളെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലാണ് കട. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. മനാഫി ചേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വണ്ടി ഇടുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി കടയിൽ എത്തിയിട്ടുണ്ട്. മനാഫി ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വലിയ ഓസ്കാറിനെ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് പോകാം. എന്നാലും ചേട്ടൻ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത്യാവശ്യം വലിയ ഓസ്കാറാണ് കേട്ടോ. 1, 2, 3 അടിപൊളി. ഇതിൻ്റെ വെറൈറ്റി കളർ ഉണ്ടല്ലോ. കൊള്ളാം. എനിക്ക് തോന്നുന്നു വെറൈറ്റി ആയിട്ടുള്ള 2 കളറാണല്ലേ ഉള്ളത്. അല്ലേ ഏട്ടാ, 2 കളറല്ലേ ഉള്ളത്? 4 വെറൈറ്റി ഉണ്ടല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെല്ലാം വീട്ടിൽ ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവർ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് എല്ലാത്തിനെയും മേടിക്കുന്നില്ല, നമ്മൾ ഇതിനകത്ത് 6 എണ്ണത്തിനെ മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ചേട്ടൻ മീനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനത്തിന് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കാർപ്പിനെ കാണാനായിട്ട് നല്ല രസമില്ലേ? അപ്പോൾ കബൂട്ട കാർപ്പ് എന്താണ് ചേട്ടൻ ഇതിൻ്റെ പേര് പറഞ്ഞത്. നമുക്ക് ഇതിൻ്റെ ഓരോ പേര് മേടിക്കാവേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ, ഭയങ്കര വെറൈറ്റി. ഇത് കണ്ടോ, നല്ല രസമല്ലേ? എൻ്റെ അമ്മേ, നീ ചാടിയതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ആദ്യത്തെ പിടിക്കുവാണ്. നമുക്ക് എല്ലാത്തിനും കൂടെ ഒരു കവറിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല, അത് റിസ്ക് ആണ്. അപ്പോൾ ചേട്ടൻ ഓൾറെഡി തന്നെ അത് 2 കവർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2 കവറിലായിട്ട് കൊണ്ടോ, 3 കവറോ? 3 കവറായിട്ട്. അപ്പം നമ്മൾ 3 പേരിനെ 3 കവറായിട്ടാണ് മേടിക്കുന്നത്. അടിച്ച് തെറിപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് വയ്യ എടാ നിങ്ങൾ. എൻ്റെ അമ്മേ, ജിനാജ് മൊത്തം നനഞ്ഞു കേട്ടോ. ജിനാജ് മൊത്തം നനഞ്ഞു. കണ്ടെങ്കിൽ എത്ര ശക്തി പറത്തില്ല കേട്ടോ. ഭയങ്കര ഊരുള്ള മീനാണേ. അപ്പോൾ ചേട്ടൻ ആദ്യത്തെ ഒരു പേരിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പാക്ക് ചെയ്യുവാണ് കേട്ടോ. 2 കവറാണ്. ലീക്ക് ഉണ്ടല്ലോ. ഈ അത്രയും പെട്ടെന്ന് പൊട്ടിച്ചല്ലേ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഒരു കവറും കൂടി ഇടുവാണ് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് എന്താണെങ്കിലും അധികം ദൂരമില്ല, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ ചെല്ലാം. അപ്പോൾ വലിയ സീനില്ല. അപ്പോൾ ചേട്ടനാണെങ്കിൽ 3 കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ അടുത്തതിനെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര ചാട്ടമാണ് ചാടുന്നത്. 3 പേര്. ഇത് കണ്ടോണേ, ഈ ചാട് നിങ്ങൾ കണ്ടോണേ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ചാട്ടമാണ്. മിക്കവാറും എന്നെ ഫുള്ള് നനയ്ക്കും. ഇപ്പം ഇത് കണ്ടോ, അത് വലുതായിട്ട് ചാടിയില്ല. അയ്യോ എൻ്റെ അമ്മേ, ഇതുണ്ട്. ഭയങ്കര ഊരുള്ള മീനാണ്. നമ്മുടെ കുളത്തിൽ കിടക്കുന്ന മീൻ അത്രയും പ്രശ്നക്കാരനല്ല കേട്ടോ. ഇത് മിക്കവാറും വലിയ ടാങ്കിലൊക്കെ കിടന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും വെള്ളം നിൽക്കുന്നത് കേട്ടോ. 4 എണ്ണത്തിന് പിടിച്ചിട്ടുണ്ട്. 2 പേരായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പേരും കൂടിയാണ് വേണ്ടത്. അപ്പോൾ ചേട്ടൻ ഇതിനെ സെപ്പറേറ്റ് പാക്ക് ചെയ്യുവാണ് കേട്ടോ. അവനെ എടുക്കാം അല്ലേ? അത് നല്ല രസമുണ്ട്. എന്നാൽ അതിനെടുത്തോ. ആ ഫുൾ ബ്ലാക്കിനെ അപ്പോൾ കോപ്പറാണല്ലേ? ഓക്കെ.
അപ്പോൾ നമ്മൾ ഈ ഒരു ഫുൾ ബ്ലാക്കിനെയും അതിൻ്റെ പെയർ കോപ്പറാണ്, അപ്പോൾ അതിനെ വേണ്ടി നമ്മൾ എടുക്കുവാണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ അക്വേറിയത്തിൽ കിടന്നു കഴിഞ്ഞാൽ ആ മീനെ കാണാൻ പോലും പറ്റത്തില്ല, അവൻ ഫുള്ള് കറുപ്പാണ്. ഓ ഫൈനലി ചേട്ടാ അതിനെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളിതിനെ കണ്ടോണേ, നല്ല രസമല്ലേ ഇതിനെ കാണാൻ. പൊക്കി കാണിച്ച്, നല്ല കറുപ്പാണ് കേട്ടോ, ഫുൾ ബ്ലാക്കാണ്. ഇതിൻ്റെ വാലിൻ്റെ ഇവിടെ മാത്രമേ കുറച്ച് കളറുള്ളൂ. ഞാൻ വീട്ടിൽ ചെന്നത് എന്തായാലും നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെയർ സിൽവർ ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിനെ കൂടെ പിടിക്കുകയാണ് കേട്ടോ. സിൽവർ പെയർ ഇത്തിരി ചെറുതാണ് കേട്ടോ, പെയർ ചെറുതാണ്. അതെ ഫീമെയിൽ ചെറുതല്ലേ, ഫീമെയിൽ ചെറുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവനെ കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓസ്കാർ എന്താണ് ഫുള്ള് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ വേറെ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ മെയിൽ ഇരിക്കുന്ന കിളീനെ കണ്ടോ, അത് ഞാൻ എടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഇവന്മാരെ മേടിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് അതിനെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു യെല്ലോ ഗോൾഡിയൻ ഫിഞ്ചിനെ മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചേട്ടൻ ഇവിടെ കടയിൽ കിടപ്പുണ്ട്, നമ്മളിപ്പോൾ ഇതിനെ മേടിക്കുന്നില്ല. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിതിനെ മേടിച്ച് നമ്മുടെ ഏവിയറിക്ക് അത് അയച്ചു വിടാം. ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് അതുപോലെ തന്നെ നമ്മുടെ അരോണയെ മേടിക്കാനായിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ സൂപ്പർ റെഡ് സുപ്രീം അരോണ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, 19 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് പറയാം, 1 ലക്ഷം രൂപ. അപ്പോൾ ഇത് റയറാണ് കേട്ടോ, 1 ലക്ഷം രൂപയുടെ മീനാണ്. അപ്പോൾ ഇതിനെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. 19 ഇഞ്ച് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് മേടിക്കുന്നവരെ ആലോചിക്കാം കേട്ടോ. അരാപ്പയും കൂടെ കിടപ്പുണ്ടല്ലേ, ചേട്ടൻ്റെ അടുത്ത് അരാപ്പയുമേ കിടപ്പുണ്ട് കേട്ടോ, അതിനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മ 3.5 അടിയുണ്ട് കേട്ടോ, നമ്മുടെ കിടക്കുന്നതിനേക്കാളും വലുതാണ്, ഭയങ്കര റെഡിഷ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 3.5 അടി നീളമാണ്, 30,000 രൂപ കൊടുക്കാം. 30,000 കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്പർ സൈഡിൽ കാണിക്കുന്നുണ്ട്, താല്പര്യമുള്ള ആൾക്കാർ ചേട്ടനെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മീനിനെ പാക്ക് ചെയ്യാം അല്ലേ. അങ്ങനെ നമ്മൾ ഓസ്കാറിന് ഫുള്ള് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെയർ കാർപ്പിനെ കൂടെ മേടിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർപ്പിൻ്റെ കൂടുതൽ ചെയ്തുണ്ടോ ഈ റേഞ്ചിലും കൂടെ മേടിക്കാം കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ കാർപ്പിനെ പിടിക്കാൻ വേണ്ടി പോകണേ. നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട് കേട്ടോ. രണ്ടും എടുത്തോ, നല്ല രസമാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട്. അടിപൊളി അടിപൊളി. അപ്പോൾ ഇതിന് 2 എടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ഫേസ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ വൈറ്റ് ഫേസിനെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് യെല്ലോയും വൈറ്റും ആണുള്ളത്. ഇതുണ്ടോ, അപ്പം ആ ഒരു വൈറ്റിനെ കാണിച്ചു തരാം. ഇതുണ്ടോ, കളർ നല്ല വ്യത്യാസമുണ്ടേ. ഫീമെയിൽ ഓക്കെ. ഓക്കെ ഡൺ. അപ്പോൾ നമ്മൾ കാർപ്പിനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ കുറച്ച് ഏഞ്ചൽ ഫിഷിനെ കൂടെ മേടിക്കുവാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്, നമ്മുടെ കുളത്തിൽ കിടന്ന നല്ല രസമായിരിക്കും. 2 കുട്ടി സബ്സ്ക്രൈബേഴ്സാണ്. പേരെങ്ങനെയാണ്? അക്ഷജും 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോളുടെ പേരോ? അനന്യ. താങ്ക് യു സോ മച്ച്. ഇത് ഫുൾ എടുത്തോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന ബ്ലൂ ഏഞ്ചലിനെ ഫുള്ള് മേടിക്കുവാണ്. അപ്പോൾ ചേട്ടൻ 2 എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. ഇവന്മാരെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല ഏഞ്ചൽ ഫിഷിനെ, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഏഞ്ചൽ ഫിഷിനെ മേടിക്കുന്നത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇതിനെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെ എടുക്കുവാണ് കേട്ടോ. 14. ഓ മതി 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 മതി. അപ്പോൾ നമ്മൾ 15 ഏഞ്ചലിനെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബ്ലാക്കിനെ കൂടെ മേടിക്കുവാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് അതിനെ കാണാനായിട്ട്. അത് രസം, നല്ല രസമാണ് അതിനെ കാണാനായിട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മൾ അവരെയും കൂടെ മേടിക്കുവാണ് കേട്ടോ. എനിക്കതിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഏഞ്ചൽ ഫിഷിനെ മേടിക്കാനായിട്ട് നമുക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴേക്കും നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിലാണല്ലോ നമുക്ക് കൊണ്ടിടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടാങ്കിലാണല്ലോ ഇടാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ പർച്ചേസ് കഴിഞ്ഞ് നമ്മുടെ മീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയാണ്? 1500. അപ്പോൾ 1500 രൂപയാണ്. നമ്മളിതിന് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ശരി ചേട്ടാ, കാണാൻ കൂടെ ഇച്ചിരി തിരക്കായതുകൊണ്ടാണ്. ശരി ശരി. അപ്പോൾ നമ്മൾ ഇവനെ നേരെ വണ്ടിക്കകത്തോടെ കയറ്റുവാണ്. ഇതേട്ടാ. അങ്ങനെ എന്താണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുറേ മീനിനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ചേട്ടാ താങ്ക് യു സോ മച്ച്. ചേട്ടാ താങ്ക്സ് ചേട്ടാ. പോയിക്കോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിന് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയതിന് ശേഷമാണ് നമ്മൾ മമ്മീനെ പപ്പീനൊക്കെ മീനിനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ മീനിനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മീനാണ്. കുറേ നാളെന്ന് പറഞ്ഞ് ഇത് കണ്ടോണം. ഇത് പിടി, ആയിത്തന്നെ പിടി. ഇത് ജയന്റ് ഓസ്കാർ. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി സാധനമാണ്. നല്ലതിന് നോക്കി മേടിക്കുവാണ് കേട്ടോ. ഇനിയുണ്ടല്ലോ മുള്ളംകുറിച്ചി ഉണ്ട്. അതെ, ഇത് കുറിച്ച് നമ്മൾ ഉണക്കമീൻ മേടിക്കത്തില്ലേ, അതെ തന്നെ. പിന്നല്ലേ, എന്നാ ആനി പിടിച്ചോളൂ. ഇത് ജയന്റ് ഓസ്കാർ. അടുത്തതിന് പപ്പ പിടിച്ചോളൂ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ മീനിനെ നേരെ നമ്മുടെ ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ പുതിയ ടാങ്കിലേക്കാണ് ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ഇടാനായിട്ട്. മീനുള്ളവരൊക്കെ കയറിപ്പോക്കോ, നെറ്റൊക്കെ മാറ്റിക്കോ. ചേച്ചി ഏറ്റവും സുന്ദര മീനിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ മീൻ എവിടെയാണ് ഇടുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഓസ്കാറിനെ എല്ലാം ടാങ്കിലിട്ടിട്ടെ.
നമ്മൾ ഓസ്കാറിനെ എല്ലാം ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓസ്കാറിനെ എല്ലാം ഇതിനകത്ത് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ അരാപ്പൈമയുടെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ അരാപ്പൈമിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് വരുന്നതാണ്. ഈ ടാങ്ക് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ, അതിൻ്റെ കൂടെ അരാപ്പൈമിനെ ഇങ്ങോട്ട് ഇടുന്ന വീഡിയോ. അപ്പോൾ ഓസ്കാർ ഇവിടെ കിടക്കട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ മീനുകളെ കൊണ്ട് നമ്മുടെ മെയിൻ കുളത്തിലിടാം കേട്ടോ. ബാ, ഫസ്റ്റ് ആണെങ്കിലുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഏഞ്ചൽ ഫിഷിനെയാണ് എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. അമ്മ ഇതിനെ പിടിച്ചാൽ നീ. കുമാർ ഭയങ്കര രസമാണ് കേട്ടോ. കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല രസമാണ് കുമാരെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് വിടുവാണ് കേട്ടോ. കോഴിക്കാർ ഓടിച്ചോ അവനെ. അപ്പോൾ ദേ ഇതുപോലത്തെ കുറേ മീനുകളുണ്ട്. ഇതൊരു 15 എണ്ണം ഉണ്ട് കേട്ടോ. ഇതുണ്ട് കോഴിക്കാർക്ക് ഒന്ന് കടിച്ചു നോക്കുവാണേ. വേറെ കാര്യമുണ്ട്, നമ്മുടെ കുളത്തിന് ഇത്രയും വലുതായതുകൊണ്ടാണ് നമുക്ക് ഇവന്മാരൊക്കെ ഇടാൻ വേണ്ടി പെടുന്നത്. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിനെ കാണാൻ നല്ല രസമല്ലേ. ഇത് കണ്ടോ പൊക്കോടാ. അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ഫുൾ ബ്ലാക്കാണ് കേട്ടോ. നല്ല ബ്ലാക്കാണ്, നല്ല രസമാണ് കാണാനായിട്ട്. നെക്സ്റ്റ് ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒറ്റ അടിക്ക് കുറേ ഉണ്ടെങ്കിൽ പിടിക്കാം. നീ പിടിച്ച് നിങ്ങൾക്ക് ഇടണോ? എൻ്റെ കൈ തരാം. എന്നാ അപ്പോൾ 2 എണ്ണത്തിന് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ പൊക്കോടാ. ഭയങ്കര സ്പീഡുള്ള മീനാണ് കേട്ടോ. ഞാൻ ഒരു 4 എണ്ണത്തിൽ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല രസമല്ലേ ഇവന്മാരെ കാണാനായിട്ട്. പൊക്കോടാ, എന്നാ സ്പീഡാണെന്നറിയോ ഇവന്മാർക്ക്. ഇത് കണ്ടോണേ. പൊക്കോടാ ഇറങ്ങി പോക്കോ. ഇത് ബ്ലൂ ഏഞ്ചലാണ് കേട്ടോ. പെട്ടെന്ന് ഈ കോഴിക്കാർപ്പൊക്കെ വിചാരിക്കുന്ന ഇവന്മാർക്ക് തിന്നാനുള്ള എന്തോ സാധനമാണെന്ന് വിചാരിച്ച് ഓടി വരുവാണേ. അപ്പോൾ ഇത് ലാസ്റ്റത്തെയാണ്, നമ്മുടെ ബ്ലൂ ഏഞ്ചലിൻ്റെ ഏറ്റവും അവസാനത്തെയാണ്. അപ്പോൾ നമ്മൾ അവനെയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതിനെ വിടാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. ആർക്കൊക്കെ വിടണ്ടേ? ഇവരെ ആർക്കൊക്കെ വിടണ്ടേ? അങ്ങനെ നമ്മൾ നമ്മുടെ കോഴിക്കാർപ്പിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവരെ ഞാൻ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാവേ. അതിനുശേഷം നമ്മൾ ഇതിന് നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം. ഇത് നല്ല രസമുള്ള മീനാണ് കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേടി. ഇത് യെല്ലോ ആണ് കേട്ടോ. ഇതിൻ്റെ യെല്ലോയും ബ്ലാക്കുമാണ്. നമ്മുടെ അടുത്ത് ഇനി വൈറ്റും ഉണ്ട്. അപ്പോൾ അവനെ അങ്ങ് വിട്ടു. നമ്മുടെ വേറെ കോഴിക്കാർപ്പുകൾ എങ്ങനെ വെൽക്കം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ കാണാനിട്ടില്ല, കാണാൻ പോലും ഇല്ലേ. അടുത്തതിനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് വൈറ്റ്, ഇത് യെല്ലോ ആണ് കേട്ടോ. നല്ല രസമല്ലേ ഇവനെ കാണാനായിട്ട്. അയ്യോ ഭയങ്കര രസമാണ് അവനെ കാണാനായിട്ട്. അതുപോലത്തെ നമുക്ക് 4 എണ്ണമാണുള്ളത്. അടുത്തത് ഇത് കണ്ടോ, ഇത് വൈറ്റ് ആണേ. ഇത് കണ്ടോണേ, ഇത് വൈറ്റ് ആണേ. ഇത് കണ്ടോ പൊക്കോ. നമുക്ക് ലാസ്റ്റത്തെ യെല്ലോ. അപ്പോൾ നമുക്കുള്ളത് ഒരു പെയർ വൈറ്റും ഒരു പെയർ യെല്ലോയും. ലാസ്റ്റത്തെയാണ് കേട്ടോ. ഇത് കണ്ടോ സുന്ദരൻ. പൊക്കോടാ. അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ മെയിൻ കുളത്തിൽ നമ്മൾ മീനുകളെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ നിങ്ങളൊരു വലിയ അടിപൊളി കാര്യം കാണിച്ചു. നമ്മുടെ മുയലിൽ നിന്ന് വെള്ളം കുടിക്കുന്ന നോക്കി. ഇത് കണ്ടോ, 2 അവന്മാർ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കാൻ കേട്ടോ. അതുപോലെ നമ്മൾ ഇട്ട മീൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇതുകൊണ്ട് ഏഞ്ചൽ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് കണ്ടോ. അയ്യോ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അവർ മിക്കവാറും ഒരു പാക്കായിട്ട് പോകുന്നതാണ്, ഒരു സ്കൂളായിട്ടാണ് അവർ നടക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇതുണ്ടോ അടിപൊളി. അപ്പം നമ്മൾ ഇനി നമ്മുടെ ഓസ്കാറിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം. ഓസ്കാറിനെ റിലീസ് ചെയ്യാൻ ആർക്കും താല്പര്യമുണ്ടോ? ഓസ്കാറിനെ റിലീസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും റെഡിയാണ് കേട്ടോ. 6 ഓസ്കാറാണ് ഉള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ കാണിച്ചു തരാം. ഞാൻ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. കുളത്തിൽ ഇറങ്ങിയാണ് റിലീസ് ചെയ്യുന്നത്. ഞാൻ തിരിച്ച് കയറുമ്പോഴേക്കും മിക്കവാറും എൻ്റെ വിരലൊക്കെ അരാപ്പായ്മ തിന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പാണേ. ആർക്കൊക്കെ ഓസ്കാറിനെ റിലീസ് ചെയ്യണ്ടേ? ഫസ്റ്റിനെ ആർക്കാ? അപ്പോൾ നമ്മളുണ്ടല്ലോ ഏറ്റവും ചെറിയ ആളെയും തുടങ്ങുവാണ്. അപ്പോൾ മോൾക്കാണ് ആയിട്ടിനെ റിലീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നിനക്ക് ഞങ്ങൾ ഫയർ റെഡിന് തരാം കേട്ടോ. ഇത് കണ്ടോ, എല്ലാം നല്ല സൈസാണ്. ഇപ്പോൾ ഇവൾക്ക് ഇപ്പം ഇതിനെ പിടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. കയ്യിലോട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചാട്ടം കണ്ടു കഴിയുമ്പോഴേക്കും നിർത്തിക്കോളും കേട്ടോ. ഇത് ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള മീനല്ലേ. കണ്ടോണം. നീ പിടിച്ചോ, പിടിക്കും പറയാം. നീ പിടിച്ചോ, കടിച്ച് നിന്റെ വിരൽ തിരിച്ചു വരുമ്പോഴേക്കും ഒരു വിരൽ കാണത്തില്ല കേട്ടോ. അടിപൊളി. അതിനൊന്ന് കാണിച്ചേടി, ചെരിച്ചൊന്ന് കാണിച്ചെടുത്തേ. ഓ നല്ല രസമുണ്ട് കേട്ടോ. ഇവൻ വലിയ പിടച്ചിരുന്നു, പക്ഷെ നമ്മൾ അക്യൂർത്തി പിടിച്ചപ്പോൾ എന്നാ ചാട്ടമാണെന്നറിയോ. നല്ല രസമല്ലേ അവനെ കാണാനായിട്ട്. ശ്വാസം കിടത്തൊന്നുമില്ല. അടിപൊളി. അടുത്തതിന് ആരാ വിടണ്ടേ? അടുത്തതിന് പപ്പയ്ക്ക് പിടിക്കണം എന്ന് പറഞ്ഞ് പപ്പ പിടിക്കുവാണ് കേട്ടോ. ഒന്ന് കാണിച്ചു. ഓ അവൻ ചാട്ടമാണേ. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഓസ്കാർ ഒന്ന് കാണിച്ചു കൊടുത്തേ. വെള്ളത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടോ. അപ്പോൾ ഇവർ 2 സെയിം ആണ് കേട്ടോ. ഓക്കെ. അവൻ നമ്മുടെ മൈക്ക് മൊത്തം നനച്ചു. അരാപ്പായ്മ ഒന്ന് നോക്കിയുണ്ട്, പക്ഷെ അവൻ ഇതുവരെ കടിക്കുന്നൊന്നുമില്ല. ഇതും തടിയന്മാരാണ് കേട്ടോ. 2 പേരുണ്ട്, കാണിച്ചു തരാം. പിടിക്കാൻ പറ്റുന്നുണ്ടോ? പിടിച്ചോ? എടുത്തോ. അയ്യോ ഭയങ്കര രസമാണ് കേട്ടോ.
ഇവ ഫുള്ള് നല്ല രസമാണ്, നല്ല റെഡ് കളറുണ്ട്. അപ്പോൾ ആർക്കടുത്ത് പിടിക്കണ്ടേ? ഞാൻ എടുത്തു തരാം. ഇല്ല, ഒന്ന് പിടിക്കണം. ഓ അടിപൊളി. വിട്ടോ 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 വിട്ടോ. കൊള്ളാം കൊള്ളാം. ഇനിയുള്ളത് രണ്ട് വെറൈറ്റി ഓസ്കാറാണ്. ഞാൻ അതിനെ വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അടുത്തത് വെറൈറ്റി ആണ് കേട്ടോ. എൻ്റെ അമ്മേ, ഓ മൈ ഗോഡ്. കുഞ്ഞാണെങ്കിലും ഉള്ളതിൽ ഭയങ്കര ബഹളമാണ് ഇവര്. ഇത് കണ്ടോ, ഭയങ്കര രസമല്ലേ? ഇത് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. എടാ നീ ചാടല്ലേ കേട്ടോ, ചാടല്ലേ. അവൻ എൻ്റെ മൈക്ക് മൊത്തം നനച്ചു കേട്ടോ. അവനാണെങ്കിൽ എൻ്റെ മൈക്ക് മൊത്തം നനച്ചു. അവനെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പേര് സിൽവറാണ്. ഞാൻ കാണിച്ചു തരാവേ, അവൻ്റെ പേരിനെ കാണിച്ചു തരാം. അവൻ്റെ പേരാണിത്, അവൻ്റെ പേര് സിൽവറാണ്. ഇത് കണ്ടോണേ, ഇത് കണ്ടോ, ഇതാണ് അവൻ്റെ പേര്. സിൽവർ ഓസ്കാറാണ്. സിൽവർ എന്നാണ് ഇതിന് പറയുന്നതെന്ന് പറഞ്ഞേ. അപ്പോൾ ഇവൻ നമ്മളങ്ങ് വിടുവാണ് കേട്ടോ. ഇത് കണ്ടോണേ, അപ്പോൾ അവനും പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിൽ അല്ല, നമ്മുടെ ടാങ്കിൽ കുറേ മീനുകളൊക്കെ ആയി. അപ്പോൾ ഇനി എന്തൊക്കെ മീനാണ് മേടിക്കേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ട് മേടിക്കുന്നതാണ്. എൻ്റെ വിരലെല്ലാം ഉണ്ട് കേട്ടോ. മീനെ പിടിച്ച ആൾക്കാരുടെ വിരലെല്ലാം ഉണ്ടോ? അരാപ്പയുമ്പോൾ ഇതുണ്ടോ, നമ്മുടെ ഇപ്പോൾ കുളം കാണാനായിട്ട് നല്ല രസമായി കേട്ടോ. ഇതുണ്ട്, ഇവരെല്ലാവരും ഒരു കൂട്ടമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ അരാപ്പയുമേനെ ഈ ടാങ്കിലേക്ക് മാറ്റുന്ന വീഡിയോയും വരുന്ന വെള്ളിയാഴ്ച കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ സെവൻ സിറേഖ്, ബാക്കി എല്ലാവരും ഉണ്ട്. ഇനിയുണ്ടല്ലോ മുള്ളംകുറിച്ചി ഉണ്ട്. വാ, അപ്പോൾ നമുക്കിതിനകത്തെ വീഡിയോ എടുക്കാവേ. കാണിച്ചു. മോട്ടർ ഓഫ് ചെയ്തില്ലല്ലേ? പിന്നെ ഇത്ര വെള്ളം പിന്നെ വരുന്നത് ഇതുണ്ടോ, ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ, നല്ല ബ്ലാക്ക് ആണ്. ബാ എടാ, നീ അവിടെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ കിട്ടത്തില്ല. നീ അവിടെ നിന്ന് എടുക്കും. ഞാൻ തിരിച്ച് കയറുമ്പോഴേക്കും മിക്കവാറും എൻ്റെ വിരലൊക്കെ അരാപ്പായ്മ തിന്നിട്ടുണ്ടാവും. എല്ലാം നല്ല സൈസാണ്. ഇപ്പോൾ ഇവൾക്ക് ഇപ്പം ഇതിനെ പിടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. കയ്യിലോട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചാട്ടം കണ്ടു കഴിയുമ്പോഴേക്കും നിർത്തിക്കോളും കേട്ടോ. ഇത് ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള മീനല്ലേ? കണ്ടോണം. ഓക്കെ, ക്യാമറ നമുക്ക് തുടക്കേണ്ടി വരും. അവനാണെങ്കിൽ എൻ്റെ മൈക്ക് മൊത്തം നനച്ച കുഞ്ഞിപ്പോൾ റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ?